ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ പിണറായി വിജയൻ സമരഹീര സാരഥി പിണറായി വിജയൻ ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. നമസ്കാരം. മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് വീണ്ടും സ്തുതിഗീതം ഇറങ്ങിയിരിക്കും. പൂവത്തൂർ ചിത്രസേനൻ എന്ന് പറയുന്ന ആളുടെ രചനയിലാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിന്റെ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു സ്തുതിഗീതവുമായി ഒരു പറ്റം ഗായകർ എത്തിയത്. കൊടുങ്കാറ്റിന് മീതെ പറക്കുന്ന കഴുകൻ എന്നൊക്കെ തരത്തിലുള്ള സ്തുതിഗീതം മുഖ്യമന്ത്രിയെക്കുറിച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രചണ്ഡമാരുതനായി എത്തുന്ന കരുത്തോടുകൂടി വരുന്ന പിണറായി എന്ന രീതിയിലായിരുന്നു അന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു സ്തുതിഗീതം ഇറങ്ങിയിരുന്നത്, അഥവാ വാഴ്ത്തുപാട്ട് ഇറങ്ങിയിരുന്നത്. പിന്നീട് ഉദയസൂര്യനായി ചിത്രീകരിച്ചുകൊണ്ട് മറ്റൊരു തിരുവാതിര ഗീതം ഇറങ്ങുകയുണ്ടായി. ഇന്നിപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപക്ഷെ അതുക്കും മേലെ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. മുഖ്യമന്ത്രിയെ ഇനി മലയാളത്തിൽ എടുത്തുയർത്തി കാണിക്കുവാൻ പദങ്ങളൊന്നുമില്ല, അത്രത്തോളം കണ്ട് സ്തുതിഗീതം ചിത്രസേനൻ ഗംഭീരമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്തുതിഗീതം രചിച്ചതിന് പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ താൽക്കാലിക നിയമനം നൽകിയതായാണ് അറിയാൻ കഴിയുന്നത്. മുൻപൊരിക്കൽ മുഖ്യമന്ത്രി ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവതാരക മറ്റൊരു കാര്യം എടുത്തു പറയുകയുണ്ടായി. ഇത്രയും നേരം വളരെ സ്പഷ്ടവും വസ്തുനിഷ്ഠവും മനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് ആ സ്ത്രീയോട്, അവരൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും കാണിക്കാതെ, അമ്മാതിരി കമൻ്റൊന്നും വേണ്ടട്ടോ എന്നാണ് പറഞ്ഞത്. അതായത് സാധാരണ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവതാരകർ ഇത്തരം ചില ഔപചാരിക പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്രസംഗത്തിന് മുൻപ് ക്ഷണിക്കുമ്പോൾ ആരെയാണോ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് ആ ആളുടെ സവിശേഷതകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും അവതാരകൻ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ വിശിഷ്ടനായ ആ വ്യക്തി പ്രസംഗിച്ചതിന് ശേഷം തൻ്റെ പ്രസംഗപീഠത്തിലേക്ക് ഇട്ടൊഴിയുമ്പോഴും അവതാരകൻ ചില ഔപചാരിക വാക്കുകൾ പറയാറുണ്ട്. ഇത്രയും നേരം മനോഹരമായ ഒരു പ്രസംഗം അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് അദ്ദേഹത്തിന് നന്ദി എന്ന് പറയുക സർവ്വസാധാരണമാണ്. മുഖ്യമന്ത്രിക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അന്ന് അവതാരകയെ അമ്മാതിരി കമൻ്റൊന്നും ഇങ്ങോട്ട് വേണ്ടട്ടോ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് ചിത്രസേനന്റെ പാട്ട് ഏതാണ്ട് 100-ൽ പരം ഗായകർ ചേർന്ന് പാടിയപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പേര് തന്നെ ഇതിലെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൊറോണയെയും അതുപോലെ നിന്നുള്ള മറ്റു മഹാമാരികളെയും അതിജീവിച്ച് കേരളത്തെ നയിച്ചു കൊണ്ടുപോയ നായകൻ, ചെങ്കടലിൻ്റെ അധിപൻ, ചെങ്കൊടി കയ്യിലേന്തിയ നായകൻ എന്നൊക്കെ തരത്തിലാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചത്. അന്ന് വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം അവതാരക പിണറായി വിജയന്റെ നല്ല പ്രസംഗത്തിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ അവതാരികയോട് കയർത്ത് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് 100ഓളം പേരടങ്ങുന്ന ഗായകർ തന്നെ വാഴ്ത്തി, തൻ്റെ പേരെടുത്ത് വാഴ്ത്തി പാടുന്നത് കേട്ടിട്ട് പിണറായി വിജയൻ അമ്മാതിരി പാട്ടൊന്നും വേണ്ട എന്ന് പറയാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുൻപ് കണ്ണൂരിൽ PJ ആർമി എന്ന് പറഞ്ഞൊരു ആർമി ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരുടെ FB കുറിപ്പ് നിലവിലുണ്ട്. ആ PJ ആർമിയുടെ പേരിൽ ഒരു ആൽബം പുറത്തിറങ്ങിയുണ്ടായി. അവിടെ PJ ആർമിയുടെ നായകനായി എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് കണ്ണൂരിലെ CPMന്റെ സമുന്നത നേതാവായ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ P ജയരാജനെ കുറിച്ചാണ്. അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, പാർട്ടിക്ക് മേലല്ല വ്യക്തികൾ. പിന്നീട് ജയരാജൻ തന്നെ സ്തുതിച്ചു പാടിയവരെ തള്ളി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. എന്നാൽ എല്ലാ സ്തുതിയും, എല്ലാ പ്രശംസയും, എല്ലാ വാഴ്ത്തുപാട്ടും എന്നെക്കുറിച്ച് മാത്രമായിരിക്കണം എന്നുള്ള ധാരണയാണോ മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നറിയില്ല. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് 100-ൽ പരം ഗായകർ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ചെങ്കൊടി കയ്യിലേന്തിയ താരകമാണ്, ചെന്താരകമാണ്, ചെങ്കടലിൻ അധിപനാണ് എന്നൊക്കെ തരത്തിലുള്ള വിശേഷണങ്ങളുമായി പാട്ട് മുന്നേറുമ്പോൾ മുഖ്യമന്ത്രി അത് കേട്ട് ആസ്വദിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് അമ്മാതിരി പാട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടട്ടോ എന്ന് മുഖ്യമന്ത്രി പറയാതിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിനർത്ഥം മുഖ്യമന്ത്രി ഈ വാഴ്ത്തുപാട്ടുകളും സ്തുതിഗീതങ്ങളും ഭംഗിയായി ആസ്വദിക്കുന്നു. ഈ സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ താൽക്കാലിക നിയമനം കൂടി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ സ്തുതിപാഠകർക്ക് ഇവിടെ നല്ല കാലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖസ്തുതിയും വാഴ്ത്തുപാട്ടും സ്തുതിപാഠകരും അടങ്ങിയ ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ CPM ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രിയെക്കുറിച്ച് വാഴ്ത്തുപാട്ട് പാടിയ പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോഴും മുൻപ് PJ ആർമിയുടെ
തലതൊട്ടപ്പൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച പി ജയരാജനെ കുറിച്ച് വാഴ്ത്തുപാട്ട് പാടിയപ്പോൾ മുഖ്യമന്ത്രി എതിർത്ത ഒരു സാഹചര്യം നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ വാഴ്ത്തുപാട്ടും എല്ലാ സ്തുതിയും എനിക്ക് മാത്രം മതി, എല്ലാ സ്തുതിയും എനിക്ക് മാത്രം, എല്ലാ സ്തുതിക്കും അവന് മാത്രം എന്ന് ചില ക്രൈസ്തവ പുരോഹിതർ അവരുടെ വേദവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചിലപ്പോഴെല്ലാം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്തുതിയും അവന് വേണ്ടി മാത്രം, എല്ലാ സ്തുതിയും അവന് വേണ്ടി മാത്രം എന്ന് പറയുന്നത് പോലെ എല്ലാ സ്തുതിയും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മാത്രം, എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടണം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്തുതി പാടകർക്ക് നല്ല കാലമാണ് എന്നാണ് പൂവത്തൂർ ചിത്രസേന നിയമവകുപ്പിൽ താൽക്കാലിക ജോലി കിട്ടി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിത്രം. ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ, ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. ലാൽസലാം 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 ലാൽസലാം. വിപ്ലവത്തിൻ പാതയിൽ ജീരകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി. ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. വിപ്ലവത്തിൻ പാതകളിൽ തടസ്സമല്ല നോക്കണം സമരജ്വാലയെതിരി പഠനകാലമളകയും വർഗബോധധാരയിൽ തൊഴിലാളികൾക്ക് തോഴനാ. ഇരുടടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ മാനവർക്ക് മാതൃക. ചെമ്പടയ്ക്ക് കാവലാൽ ചെങ്കടൽ കടക്കുറാൻ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. സമരധീര 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 സാരഥി പിണറായി വിജയൻ. അടിയന്തിരവസ്ഥയിൽ തച്ചുടച്ച ദേഹവും സഭയിലേക്കു വന്നതും ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ മാനവർക്ക് മാതൃക. ചെമ്പടയ്ക്ക് കാവലാൽ ചെങ്കടൽ കടക്കുറ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. നിന്റെ പാതയിൽ തടസ്സമായിടുന്ന കടലുകൾ പാദമൂന്നി കൈകളിൽ നാടിനെ ചേർന്നു
അകറ്റി നിർത്തി മാനവർക്ക് രക്ഷയേകി സേവനങ്ങൾ നൽകി വികസനത്തിൽ പാതയിൽ കൈവിളക്കുമായി വഴി കാട്ടി നീ താരനായി രോഗദുരിത കാലവും കാലവർഷക്കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളെ നീ തുറന്നിടാതെ ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വമേകിട ശക്തികത്തിലേറ്റി അടൽ നീ അനുദിന വിജയമണിയില 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 സാരഥി പിണറായി വിജയൻ സമരധീര സാരഥി പിണറായി വിജയൻ ചെമ്പടക്കി താമര ചെങ്കലക്കടക്കുറ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാൽ വിപ്ലവത്തിൻ പാതയിൽ ശ്രീകരൻ താണ്ടി ശക്തമായ വർദ്ധനങ്ങളെ ധീര സാരഥി